എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈസി മെത്തേഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കട്ട്ലറ്റിൻ്റെ റെസിപ്പിയാണ് ഇവിടെ ചെയ്ത് കാണിക്കുന്നത്. സാധാരണ കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ മസാലയൊക്കെ വഴറ്റിയിട്ടാണല്ലോ ചെയ്യാറ്. അപ്പോൾ ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല, മസാല ഒന്നും വഴറ്റി സമയം കളയേണ്ട ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 2 മീഡിയം സൈസ് പൊട്ടാറ്റോ ഒന്ന് പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗൾ എടുത്ത് അതിലേക്ക് ഈ പുഴുങ്ങിയ പൊട്ടാറ്റോ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് സ്മാഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു സ്മാഷർ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് സ്മാഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് വേവിച്ച് വെച്ച ചിക്കനാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 250 ഗ്രാം ചിക്കന് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ്. അതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി സ്മാഷ് ചെയ്ത് വെച്ച പൊട്ടാറ്റോയിലേക്ക് ഈ വേവിച്ച് വെച്ച ചിക്കനെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ്. അപ്പോൾ വേണമെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, കുരുമുളക് പൊടി. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. അതുപോലെ 1/2 ടീസ്പൂണ് ഗരം മസാലയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർക്കുന്നത്. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ചേർക്കുക, കാരണം നമ്മൾ ആദ്യം ചിക്കൻ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് ചോപ്പ് ചെയ്ത മല്ലിയിലയാണ് ചേർക്കുന്നത്. ഈ സമയത്ത് കറിവേപ്പിലയും ഇതുപോലെ ചോപ്പ് ചെയ്തിട്ട് ചേർക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പം ഞാനിതെല്ലാം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. കയ്യിൽ നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ ഒന്ന് തടവിയിട്ട് ഇതിൽ നിന്ന് ഓരോ ബോൾ എടുത്തിട്ട് കട്ട്ലറ്റിൻ്റെ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കണം. ഇപ്പോൾ ഇത് കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതേ രീതിയിൽ തന്നെ ബാക്കി എല്ലാ മസാല വെച്ചിട്ട് നമുക്ക് കട്ട്ലറ്റിൻ്റെ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കണം. ഇനി ഇതിലേക്കുള്ള മുട്ട ബീറ്റ് ചെയ്തതും അതുപോലെ ബ്രെഡ് ക്രംസ് ഒക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച ഓരോ കട്ട്ലറ്റും ആദ്യം മുട്ടയുടെ കൂട്ടിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കവർ ചെയ്തെടുക്കണം. ഇതേ രീതിയിൽ ബാക്കി എല്ലാ കട്ട്ലറ്റും ആദ്യം മുട്ടയുടെ കൂട്ടിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രൈ ചെയ്യാനുള്ള ഓയിലൊന്ന് ചൂടാക്കി എടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിലൊക്കെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് എണ്ണയൊന്ന് ആക്കി കൊടുക്കാം. സാധാരണ കട്ട്ലറ്റ് ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കരുത്, കാരണം ഇതിൽ മസാലകളൊന്നും നമ്മൾ വേവിക്കാതെയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് വേണം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇതിൻ്റെ ഒരു വശം ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതാ 2 വശവും നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഈ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം. സാധാരണ നമുക്ക് മസാലയൊന്നും വഴറ്റി സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഇഫ്താറിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പതിവ് പോലെ ഈസി ആയിട്ടുള്ളതും അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതാണ്. Thank you.